അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഇരിക്കേ. എവിടുന്നാ? ഞാൻ കോഴിക്കോട്ടുനിന്നാ വരുന്നത്. കോഴിക്കോട്ടുന്ന് വരണ? അതെ. മോളെ പേരെന്താ? എന്റെ പേര് ഫാത്തിമ. ഫാത്തിമ. ഇതാരാ ഒപ്പുള്ളത്? ഇതിന്റെ മോനാണക്ക. മോനാണല്ലേ? ശരി. അപ്പൊ എന്താ വരുന്നതിന്റെ ഉദ്ദേശം? ഞാനേ എന്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ട് 2.5 കൊല്ലായി. അത് പോവാൻ ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ നിർബന്ധപ്രകാരം ഞാൻ തള്ളി പറഞ്ഞയച്ചതാണ്. അപ്പൊ ഇഷ്ടമില്ലാത്ത ആള് നിർബന്ധിച്ചിട്ട് തള്ളി ഉന്തി പറഞ്ഞേച്ചി ദിവസക്ക്? അതെ. എന്താ കാരണം അങ്ങനെ പറഞ്ഞേക്കാൻ കാരണം? അങ്ങനെ പറഞ്ഞേക്കാൻ കാരണമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളെ കെട്ടിയ ഭർത്താക്കന്മാര് പണിയെടുക്കണ്ടേ. ആള് പണിക്ക് പോവില്ല, അങ്ങനെ കുടുംബത്തിൽ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ഉന്തി തള്ളി പറഞ്ഞയച്ചു. ഇവന് 5ാം ക്ലാസ്സിലാണ്. ഇവന്റെ ഫീസൊക്കെ ഞാൻ ചെറിയ ചെറിയ പണിക്കൊക്കെ പോവും. പിന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എത്രയും നാളെന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായമൊക്കെ തേടുക. നമ്മളെ കുട്ടിയുടെ വാപ്പ തന്നെ വേണ്ടേ നമുക്ക് കാര്യത്തിന്. അപ്പോ മൊത്തത്തിൽ കുഴപ്പത്തിലാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ ഒരാള് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദുബായില് അമരിയ കടപ്പുറത്ത് മൂപ്പരെ പോലെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാണ്ടായ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോ കണ്ടു വന്നത്. അതൊക്കെ ശരി തന്നെയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അപ്പേ ആള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബോധ്യായി. ആള് ജീവിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ആൾക്കാരുണ്ട്, കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഞാൻ അവർക്കൊന്ന് വിളിച്ചിട്ടേ ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ. ഇനി കരണ്ടിരിക്ക നമുക്ക് വൈകിണ്ടാക്കാം. കരയണ്ട, കണ്ടിരിക്ക് വൈകിണ്ടാക്കാം. ഹലോ സുലൈമാനെ, കാത്തറഞ്ചിറ. അതെ, നമ്മള് ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്നേ ഒരു സത്താർ സാമി എന്ന് പറഞ്ഞിട്ട്, സത്താർ സദമീന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരാള് ദുബായിക്ക് കടന്നിട്ടുണ്ട്. ആൾക്ക് അങ്ങനെ ദുബായിക്ക് വരാനൊന്നും ഇഷ്ടമുള്ള ആളല്ല. ഇവിടുന്ന് ഉന്തിത്തള്ളി നിർബന്ധിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ പോയിട്ട് നയിച്ചിട്ട് വരുന്ന് പറഞ്ഞിട്ട് പെണ്ണ് പറഞ്ഞേച്ച് ആള് ആ പോക്ക് കരഞ്ഞിട്ട് പോയി. പിന്നെ ഒരു വിവരമില്ല. 2-2.5 കൊല്ലമായിട്ട് വിവരമില്ല എന്നാണ് ഇപ്പൊ പെണ്ണ് വന്നിട്ട് പറയുന്നത്. അതിന്റെ കുട്ടി ഉണ്ട്, ഇവിടുന്ന് കരയാം. അപ്പൊ നമ്മളെ ആൾക്കാരെ കൂട്ടിയിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ട് ആളെ കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ഏറ്റുവിടുക. അവറ്റുകൾ നൊല്ലോളിക്കാണ്. ഫുള്ള് വന്നേക്ക് തുടങ്ങിയ നൊല്ലോളിയാണ്, നിർത്തണില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അവനണ്ട് കയറ്റിവിടുക. അപ്പൊ ഞാനിനി ഇതിലൊന്ന് പറയട്ടെ. പിന്നെ സത്താർ സ്വാമി, ഇത് ഈയൊക്കെ കാണുന്നുണ്ടാവും. എന്റെ പെണ്ണുകുട്ടികളാണ് ഈ വന്നിരുന്നിട്ട് നൂല് വിളിക്കണത്. തിന്നാനും കുടിക്കാനും മാർഗമില്ല. വല്ലോര ആശ്രമത്തിലാണ് ഇപ്പൊ അവർ ജീവിക്കണത്. അപ്പൊ അവിടെ ഇവിടെ കറങ്ങി നടക്കാണ്ട്, എന്റെ തരികട പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അവിടെ ഇവിടെ ഒന്ന് കറങ്ങി നടക്കാണ്ട് മര്യാദക്ക് കണ്ട് കുടുംബത്തേക്ക് പോരെ. അല്ലെങ്കിൽ എന്റെ ആൾക്കാർ എന്നെ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് കയറ്റി വിടും. അതിന്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല. കുട്ടികളെ, അതിന്റെ കുട്ടിയും അതിന്റെ പെണ്ണും ഇരുന്നിട്ട് നൂല് വിളിക്കണം ഇവിടെ. അത് കാണുന്നില്ലേ? ഒരു തരി മനസ്സാക്ഷി ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ അന്നോട് കൊണ്ടുവരും. അതാണ് പറയാനുള്ളത്. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെല്ലാവരും ആ സത്താർ സ്വാമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ കാര്യം പടച്ചവനോട് പറയാം. ഓക്കെ.